ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തനിക്ക് ഇഷ്ടപ്പെട്ട പ്രിയങ്കരായവരുടെ ജന്മനാളുകളും തീയതികളും ഓർത്തുവെച്ച് അവർക്ക് ഹാപ്പി ബർത്ത്ഡേ നേരുന്ന സ്വഭാവം മോഹൻലാലിനുണ്ട്. അപ്പോൾ ഈയിടെ ഓർത്തിരുന്നപ്പോൾ അയ്യോ ഒരു ഡേറ്റ് മറന്നുപോയല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണത്. ആ ഡേറ്റ് മറന്നുപോയി നോക്കിയപ്പോൾ ഇല്ല, ഡേറ്റ് മറന്നിട്ടില്ല. സെപ്റ്റംബർ 23 വരെയുള്ള ദുബമാസനിയുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 23-ന് 91 വയസ്സ് തികയുന്നൊരു ജീനിയസിനെ കുറിച്ചാണ് മോഹൻലാൽ പറഞ്ഞത്. ആരായിരിക്കും ജീനിയസ്? വെറുതെ ആരെങ്കിലും നമ്മളൊരാൾ ജീനിയസ് എന്ന് പറയൂ? ഇല്ല. മോഹൻലാലിനെ പോലൊരു മഹാനടൻ താൻ ഒരു ജീനിയസിനെ കുറിച്ച് പറയുമ്പോൾ ആരുടെ പേരായിരിക്കും? ചിലരൊക്കെ തെറ്റിദ്ധരിക്കും മമ്മൂട്ടിയാണെന്ന്. മമ്മൂട്ടി അങ്ങനെ ഒരു ജീനിയസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവിടെ പറയുന്നൊരു പേരുണ്ട്, മധു. മലയാള സിനിമ കണ്ട നല്ല നടന്മാരിൽ ഒരാളാണ്. ആലോചിക്കണം. ഒരു ഗ്രൂപ്പുമില്ലാതെ, ഒരു അവകാശവാദവുമില്ലാതെ തനിക്ക് തോന്നിയ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരു മഹാനടൻ എന്നതിനേക്കാൾ ഒരു മഹാസമുദ്രം എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് മധുവിനെ കുറിച്ച് അങ്ങനെ മോഹൻലാൽ പറഞ്ഞത്? അപ്പോൾ അതിനുത്തരം മോഹൻലാൽ ഇങ്ങനെയാണ് പറഞ്ഞത്. തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ. ജനിച്ചത് തിരുവനന്തപുരമല്ലെങ്കിലും ഞങ്ങൾ താമസിച്ചത് തിരുവനന്തപുരമാണ്. ഞങ്ങളുടെ പ്രിയൻ തിരുവനന്തപുരത്താണ് താമസം. സുരേഷ് അങ്ങനെ ഒരു വലിയ ടീം തന്നെ തിരുവനന്തപുരത്തുണ്ടെന്ന് ആലോചിക്കണം. അവർ കുറച്ച് പേര് കൂടി സിനിമയിൽ പരീക്ഷണം നടത്തിക്കൊണ്ടു പോകുമ്പോഴും മധു സാർ ഇവിടെ ഗംഭീരമായി കുറേ പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 23-ന് 91 വയസ്സ് അദ്ദേഹത്തിന് തികയാണ്. ഇപ്പോഴും സജീവമായി അദ്ദേഹം വായിക്കുന്നു, എഴുതുന്നു, രാഷ്ട്രീയ കാര്യങ്ങൾ ചിന്തിക്കുന്നു, സാഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നു, മറ്റു സാംസ്കാരിക സംഘടനകളിൽ അത്യാവശ്യം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ജീവിതത്തിൻ്റെ ശൈലി തന്നെ അദ്ദേഹം ഒരു പ്രത്യേക ചിട്ട വട്ടങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ രാവിലെ കുറച്ച് വൈകിട്ടേ അദ്ദേഹം എണീക്കുള്ളൂ. രാവിലെ കുറച്ച് വൈകിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വിധിപ്രവാഹമുള്ള കുളികളാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഷൂട്ടിംഗ് മുമ്പ് പറയും, ഞാൻ ഉച്ചയ്ക്കേ വരുള്ളൂ, നിങ്ങൾക്ക് രാത്രി എത്ര സമയം വേണമെങ്കിലും എന്നെ വിനിയോഗിക്കാം. അങ്ങനെ രാത്രി 10-12 മണിയൊക്കെ ഷൂട്ട് ചെയ്യാൻ അദ്ദേഹം ഒരു മടിയുമില്ല എന്നാലോചിക്കണം. പിന്നെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും അദ്ദേഹം ശരീരം പോലെ തന്നെ എമൗണ്ട് മേടിക്കുന്നുള്ളത്. അങ്ങനെ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങുന്ന കൂട്ടത്തിലല്ല മധുസാർ എന്നാലോചിക്കണം. അങ്ങനെയുള്ള മധുസാറിനെ കുറിച്ചാണ് മോഹൻലാൽ പറഞ്ഞത്. ഒരു രാത്രി മുഴുവൻ അദ്ദേഹം പറയുന്നത് കേട്ട് ഞാനിരുന്നിട്ടുണ്ട്. ആ ഒരു രാത്രി മുഴുവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് പോലും അല്ല, ഒരു മിനിറ്റ് പോലും ബോറടിക്കാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. അങ്ങനെ എത്ര പേർക്ക് പറ്റും? ഇനിയും എന്ന് നമുക്ക് പറയാൻ തോന്നുന്നു. പക്ഷെ ഞാനിത് എന്തുകൊണ്ട് ഈ മോഹൻലാൽ എന്ന ഞാൻ മധുസാറിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണത്. ഞാനും അച്ഛനും അമ്മയും ചേട്ടനും അങ്ങനെയാണ് ലാല് തുടങ്ങിയത്. ചെമ്മീൻ സിനിമ ഇറങ്ങിയ കാലഘട്ടം. ആ ചെമ്മീൻ സിനിമ കാണാൻ അച്ഛനും അമ്മയും ചേട്ടനും കൂടി മോഹൻലാലിനെയും കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്ന് സിനിമ കണ്ടു. അതിൽ മാനസമൈനേ വരൂ എന്നുള്ള പാട്ട്, അത് മധുസാറിൻ്റെ ചുണ്ടിൽ മധുസാറ് പിന്നണി പാടുന്ന പോലെയാണ് നമുക്ക് തോന്നിയിരിക്കുക. അത്രമാത്രം മനോഹരമായ ലിപ് മൂവ്മെൻ്റ് എന്ന് ആലോചിക്കണം. അപ്പോൾ അതിൽ പരീക്കുട്ടി എന്നുള്ളൊരു കഥാപാത്രം അത് അതിമനോഹരമായി അദ്ദേഹം ചെയ്തിരിക്കുന്നു. ആ സിനിമ തൻ്റെ മനസ്സിൽ പതിഞ്ഞു. ആ സിനിമയിലെ മാനസമൈനേ വരൂ പാട്ട് ഹൃദയത്തിൽ തറച്ചു. അതിലെ പരീക്കുട്ടിയുടെ കഥാപാത്രം ശരിക്കും ഓർമ്മകളിൽ നിറഞ്ഞു നിന്നു എന്നൊക്കെയാണ് മോഹൻലാൽ പറഞ്ഞത്. അന്ന് മുതൽ ഈ മധുവിൻ്റെ എല്ലാ സിനിമകളും കാണാൻ അവസരം കാത്തിരുന്നു. പക്ഷെ അന്നൊക്കെ മോഹൻലാൽ എന്ന നടൻ സിനിമയിൽ വരുമെന്നോ വലിയ നടനാകുമെന്നോ മധുസാറിനോടൊപ്പം അഭിനയിക്കുമെന്നോ ഒന്നും വിചാരിച്ചിരുന്നില്ല. അങ്ങനെയുള്ള മോഹൻലാലിനോട് ചോദിച്ചു, അപ്പോൾ മധുസാറായിട്ട് നിങ്ങൾ ഇപ്പോൾ എത്ര വർഷത്തെ ബന്ധം ശരിക്കുണ്ട് അഭിനയത്തിൽ? അതൊരു 44 വർഷത്തെ ബന്ധം ശരിക്കുണ്ട്. പക്ഷെ 44 വർഷത്തെ ബന്ധമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത് പടയോട്ടം എന്ന സിനിമയിലാണ്, നവോദയ അപ്പച്ചൻ്റെ. ആ പടയോട്ടം എന്ന് പറയുമ്പോൾ വേറൊരു രസകരമായിട്ടുണ്ട്. അതിൽ മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ അച്ഛനായിട്ടാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയും ഒരു ടീം അന്നുണ്ടായിരുന്നു. അന്ന് ആ പടയോട്ടം മുതൽ തുടങ്ങിയ ബന്ധം. പിന്നെ എത്രയോ സിനിമകൾ
പിന്നെ പലപ്പോഴും പല അവസരങ്ങളിലും മോഹൻലാൽ പറഞ്ഞത് ഞാൻ ആലോചിക്കാറുള്ളത് മധുസാറിൻ്റെ പാട്ടുകളെക്കുറിച്ചാണ്. പഴയ കാലത്തെ ആ എല്ലാം മിക്ക സിനിമകളിലും അദ്ദേഹം പാടി അഭിനയിച്ച ഹിറ്റ് പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ ചുണ്ടുകളിൽ കത്തിക്കളിക്കുകയെന്ന് ആലോചിക്കണം. ഏത് വേഷം ചെയ്യുമ്പോഴും വില്ലനാവാം, പ്രതിനായകനാകാം, നായകനാകാം, ചെറിയ വേഷമാകാം, സംവിധായകനാകാം, അങ്ങനെ എന്തെല്ലാം അദ്ദേഹം സംവിധായകനായി, നടനായി, സ്റ്റുഡിയോ ഉടമയായി, തിരക്കഥാകൃത്തായി, പിന്നെ പല രംഗങ്ങളിലും അദ്ദേഹം ശോഭിച്ചു എന്നാലോചിക്കണം. അങ്ങനെ ഒരു സർവ്വകലാവല്ലഭനായി തിളങ്ങിയ മധുസാറിന് പലരും പറയും അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമല്ല, അദ്ദേഹം വേറെ ആരായിട്ടും കൂട്ടുകൂടുന്നില്ല, അദ്ദേഹം ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണെന്ന്. ഒതുങ്ങിക്കൂടുകയല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. കാരണം തൻ്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. വ്യക്തിത്വം പണയം വെച്ചിട്ട് പോകാനും പലപ്പോഴും പലരുമായും സഹകരിക്കാൻ, വ്യക്തിത്വം പണയം വെച്ചും തന്നേക്കാൾ തീരെ വിവരമില്ലാത്തവരും സഹകരിച്ചാൽ മാത്രമേ ചില കാര്യങ്ങൾ ആ അവാർഡ് എനിക്ക് തരൂ, ഈ അവാർഡ് എനിക്ക് തരൂ എന്ന് കെഞ്ചി പറയാൻ. അങ്ങനെ കെഞ്ചിയിട്ട് ഒരു ബഹുമതിയും തനിക്ക് വേണ്ട. തനിക്ക് ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും ഒരു ബഹുമതി തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മേടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. കാരണം ഈ അടുത്ത കാലത്ത് തന്നെ പത്മശ്രീ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, സാറേ ആ പത്മശ്രീ വാങ്ങാൻ പാടില്ല. കാരണം ഈ പത്മശ്രീ സാറിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തരേണ്ടവരാണ്. സാറിനേക്കാൾ ജൂനിയറായവർക്ക് പലരും പത്മശ്രീ വാങ്ങി. അതുകൊണ്ട് ഈ പത്മശ്രീ വാങ്ങരുതെന്ന് ഏറ്റവും അടുത്തവർ പോലും മധുസാർ നിർബന്ധിച്ചു. അപ്പോൾ മധുസാർ അതിന് പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയാമോ? ഇത് അവർക്ക് ഇപ്പോഴാണ് എനിക്ക് തരാൻ തോന്നിയത്, അത് അവരുടെ കുറ്റമല്ല, എൻ്റെ കുറ്റം തന്നെയാണത്. കാരണം എനിക്ക് ഒരുമാതിരി കുറ്റങ്ങളുണ്ടായിരിക്കാം. ആ കുറ്റങ്ങളെല്ലാം തേഞ്ഞു മാഞ്ഞ് തുടങ്ങിയപ്പോഴായിരിക്കും ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു ബഹുമതിയും നമ്മൾ എന്തിനാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്? നമുക്കതിന് വലിയ ചിലവുകളൊന്നുമില്ല, ആരെയും കൈയും കാലും പിടിച്ച് കിട്ടുന്നതല്ല. എനിക്ക് ഇത് ഇപ്പോൾ കിട്ടാനേ അർഹതയുള്ളൂ എന്ന് വിചാരിച്ചാൽ പോരെ. അങ്ങനെ എല്ലാവരുമായി സമരസപ്പെട്ടു പോകുന്ന ഒരാളാണ് മധുസാർ എന്നാണ് മോഹൻലാൽ പറഞ്ഞതെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിരവധി സംഭവങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥിര താമസമാണത്. ആര് വിളിച്ചാലും അദ്ദേഹം പോകാവുന്ന സ്ഥലങ്ങളിൽ പോകുമെന്ന് ആലോചിക്കണം. പക്ഷെ പോകുമ്പോൾ പിന്നെ എനിക്കൊരു പടം അഭിനയിക്കുന്നു, ചെറിയ പടത്തിൽ അഭിനയിക്കും. ചെറിയ പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ സാറേ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ തരാനുള്ളൂ, ശരി, അത്രയും അഭിനയിക്കും. ഇങ്ങനെ എത്രയോ പുതിയ ചെറുപ്പക്കാർ തങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ മധുസാറിനെ വിളിച്ചു കൊണ്ടുപോയി. പണമില്ല എന്ന് പറഞ്ഞാലും സന്തോഷത്തോടെ തിരികെ പോയ അനുഭവങ്ങൾ എത്രയോ ഉണ്ട്. ഇങ്ങനെ കുറേ ചെറുപ്പക്കാരെ എനിക്കറിയാം. അവിടെ തന്നെയാണ് മോഹൻലാലും പറഞ്ഞത്, ഇങ്ങനെ ഈ ഒരു മനുഷ്യൻ ശരിക്കൊരു കടലാണെന്ന് ആലോചിക്കണം. കടലിൽ ഇല്ലാത്തത് എന്താണ്? കടലിൽ എല്ലാമുണ്ട്. ആ കടലിൽ നിന്നും മുത്തുകൾ വാരിക്കൂട്ടുന്ന പോലെയാണ് നമ്മൾ മധുസാറിൽ നിന്ന് മുത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടാത്ത മുത്തുകൾ ഒത്തിരിയുണ്ട്. ആ മുത്തുകളുടെ ഭാഗമായി നല്ല സിനിമകൾ നിർമ്മിച്ചത്, നല്ല തിരക്കഥ എഴുതിയത്, നല്ല സിനിമ സംവിധാനം ചെയ്തത്, നല്ല റോളുകൾ അഭിനയിച്ചത്, ഇതൊക്കെ ആ ഈ കടലിൽ നിന്ന് നമ്മൾ നേടിയ മുത്തുകളാണ്. അങ്ങനെയുള്ള ഈ മുത്തിന് ഇനി ഏതാനും മാസം കഴിയുമ്പോൾ 91 വയസ്സ് തികയും. അപ്പം മുൻകൂറായി തന്നെ 91ാമത് വയസ്സിൽ നമ്മൾ ആശംസ നേരുന്നതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചു, പ്രിയദർശൻ്റെ സിനിമയിൽ അദ്ദേഹം ഒന്നും അഭിനയിച്ചിട്ടില്ലല്ലോ എന്ന്. ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു 80ാമത്തെ വയസ്സ് വേണ്ടി വന്നു പ്രിയദർശൻ്റെ ഗീതാഞ്ജലി എന്ന സിനിമയിൽ അഭിനയിക്കാൻ. കേൾക്കുമ്പോൾ നിങ്ങൾക്കും വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാനും അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ സത്യം അതാണ്, 80ാമത്തെ വയസ്സിലാണ് മധുസാറ് പ്രിയദർശൻ്റെ സിനിമയിൽ അത് ഗീതാഞ്ജലി എന്ന സിനിമയിൽ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ആയതുകൊണ്ടെന്ന് ആലോചിക്കണം. അതാണ് മധുസാറ്. വിളിച്ചാൽ പോകും, ചിലപ്പോൾ പോയില്ല എന്നിരിക്കും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില രീതികളനുസരിച്ചാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട ടീമായിരിക്കണം, ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കണം, ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരിക്കണം, ഇടപഴകാൻ കൊള്ളാവുന്ന ആരായിരിക്കണം. അങ്ങനെയുള്ള ഈ മധുസാറിനെ കുറിച്ചാണ് എപ്പോഴും മോഹൻലാലിന് വാ തോരാതെ സംസാരിക്കാനുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം അല്ലേ? നിങ്ങളും അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ആയിരിക്കട്ടെ.